ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തരംതിരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ ഒരുവിധം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒരു 9 മണിയൊക്കെ ആകാൻ സമയത്താണ് എടുക്കാൻ തുടങ്ങിയത്. തലേ ദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി രാത്രിയല്ലേ വന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു മടിയൊക്കെ, പിന്നെ നമ്മളെ ഫോണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനൊന്നും രാത്രി എനിക്ക് സമയം കിട്ടിയില്ല. രാത്രി 10 മണിക്ക് ശേഷമല്ലേ നമ്മൾ വന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കടന്നു. ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങി. പിന്നെ രാവിലെ നീച്ചിട്ട് അടുക്കളയത്ത് ഓരോ പണികളായിരുന്നു. പിന്നെ നാർത്തിയൊന്നും നീക്കേണ്ടി വന്നിട്ടില്ല. മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ. പിന്നെ ഏട്ടന് പണിയാണുള്ളത്. അപ്പോൾ ഏട്ടന് പിന്നെ ചോറ് കൊണ്ടുപോകാൻ അതൊക്കെ റെഡിയാക്കിയിട്ട് ഏട്ടനെ അങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. 6 മണിക്ക് നീച്ചാലും വേഗം ആവുമല്ലോ. അപ്പം ഞാൻ തിരുമ്പാൻ വേണ്ടി പോയതായിരുന്നു. ഒരു 9 മണിയുടെ മുന്നേ തിരുമ്പാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് അച്ചമ്മ അങ്ങനെ വിളിക്കുന്നത്. അച്ചമ്മ പോവുകയാണ് പറഞ്ഞാണ്ട്. അപ്പോൾ അച്ചമ്മ പോകണം എന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നു. പക്ഷേ ഇത്ര രാവിലെ പോകുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വേഗം ഓടി വന്നതാണ്. തിരുമ്പൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് അച്ചമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. തിരുമ്പാൻ ഞാൻ കുറച്ച് നേരമായിരുന്നു ഇറങ്ങിയിട്ട്. അപ്പോൾ അച്ഛനും പോകണുണ്ട് കേട്ടോ അച്ഛമ്മേനെ കൊണ്ടേക്കാൻ. അപ്പോൾ അച്ചമ്മ തിരുവോണത്തിൻ്റെ അന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 3-4 ദിവസം ഇവിടെ നിന്നു കേട്ടോ. അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് കുട്ടിച്ചേൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അച്ചമ്മ എവിടെ നിൽക്കലെന്ന് പല വീഡിയോസിലും എന്നോട് ചോദിക്കലുണ്ട്. അച്ചമ്മ എല്ലാ മക്കളടുത്തും നിൽക്കലാണ് കേട്ടോ. ഇന്ന സ്ഥലം എന്ന് മാത്രമല്ല, എല്ലായിടത്തും അച്ചമ്മ വന്ന് നിൽക്കും. അങ്ങനെയാണ്. കുറച്ച് ദിവസം ശരിക്കും വീട്ടിൽ ഒരാളായിരുന്നു കേട്ടോ. അച്ചമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ സമയം പോണത് അറിയില്ല. അച്ചമ്മയ്ക്ക് വർത്താനത്തിന് ഒരാളെ കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതാ നമ്മളെ നന്ദൂട്ടന് പനിയാണ് കേട്ടോ. പനിയും ജലദോഷവും ചുമയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോയിരുന്നല്ലോ. അവിടെ നിന്ന് ഒന്ന് കുളിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഫ്രിഡ്ജത്തെ വെള്ളം ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവൻ കുടിക്കുകയും ചെയ്തു കേട്ടോ. രണ്ടും അവന് പറ്റിയിട്ടില്ല. അങ്ങനെ പോന് പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. തലേന്നത്തെ ക്ഷീണം കാരണം രാവിലെ വൈകിയാ നീച്ചതെങ്കിലും എൻ്റെ അടുക്കളയത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വേവില്ലാത്ത അരി വെച്ചിരുന്നു. ആ ചോറ് അവിടെ വൈകുന്നേരത്തേക്കും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ആ ഒരു ചോറാണ് കൂടുതലും ഇഷ്ടം. മക്കൾക്കും അത് തന്നെയാണ് ഇഷ്ടം. ഇന്ന് ഞാൻ വേഗം ആവാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ വേവുള്ളതാണ് കൂടുതലായിട്ടും വെച്ചത്. പിന്നെ ഞാൻ കുമ്പളങ്ങ പുളിയൊക്കെ ഒഴിച്ച് നാളികേരൊക്കെ അരച്ചൊഴിച്ചാണ്ട് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ വെച്ചൊരു പുളിങ്കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. അതുപോലെ കൈപ്പങ്ങയും പിന്നെ നാളികേരമൊക്കെ ചേർത്തിട്ട് തോരൻ പോലെ, ഞങ്ങളിവിടെ ഉപ്പേരി പറയട്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം വൈകുന്നേരം മീൻ കൊണ്ടുവന്നിരുന്നു. കണമീനാണ് കേട്ടോ. ആ മീൻ ഒരു ഇത്തിരി വെള്ളത്തോടു കൂടി, ഇന്ന് ഒരുപാട് കറിയായിട്ടല്ല, ഒരു വറ്റിച്ച പോലെയൊക്കെ. വറ്റിക്കുക എന്ന് പറയുമ്പോൾ പറ്റ വറ്റിക്കൂലേ, ഇവിടെ ചെറിയൊരു കറിയോട് കൂടിയാണ് വറ്റിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്കുള്ള വേവുള്ള അരി ഇതാക്കണം ഞാൻ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അത് വേവണമെങ്കിൽ ഇനി എന്തായാലും ഒരു 10-11 മണിയാവും കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അമ്മ പൊടിയൊക്കെ പൊടിച്ച് അതേപോലെ വറുത്തൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ കടി ഉണ്ടാക്കാൻ എളുപ്പമായി. അങ്ങനെ ചെറുപയർ നാളികേരം അരച്ച് വെച്ച് പുട്ടും ഉണ്ടാക്കി. അപ്പോൾ പുട്ടും ഒക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദു ഇനി എപ്പോഴേലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അതിന് മോള് ഇതാക്കണേ അടിച്ചു വാരിയാണ്. മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഓരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ പോലും ചെയ്യും കേട്ടോ. ഇപ്പം പിന്നെ നമ്മളെ വീട് എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു കളിക്കലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അലങ്കോലപ്പെടും. എന്നാലും വേണ്ടിയില്ല, നമ്മൾ എടുക്കാനുള്ള പണികളൊക്കെ വൃത്തിക്ക് ചെയ്യണ്ടേ. അപ്പം ഞാനൊരു പണി ചെയ്യുമ്പോൾ ഓളോട് ഒരു പണി ചെയ്യാൻ പറയട്ടോ. അപ്പോൾ സാധാരണ വീട്ടിലിപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് നിന്നിട്ട് കുറേ ദിവസമായി അങ്ങോട്ടും ഇവിടെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇന്നും എനിക്ക് വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്ന തുണികളൊക്കെ അവിടെ എടുത്ത് കൊണ്ടേ വെച്ചു എന്നല്ലാതെ അതൊന്നും തരംതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കൊടുക്കാനൊക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതാ വേഗം പണികൾ ഒരുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഭയങ്കര വെയിലാണ്. നമ്മൾ മരം മുറിച്ചോടത്ത് നിന്നിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. രാവിലെ ശരിക്കും നേരത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് അകത്തിരിക്കേണ്ട ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ മരം ഉണ്ടായിരുന്ന ആ സമയത്ത് വെയിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ആര് വന്നാലും ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്, കൂളിംഗ് ആണെന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് ശരിക്കും ചൂട് എന്താന്ന് നമുക്ക് മനസ്സിലാവണത്. ഇവിടെ ഉമ്മർത്തൊന്നും വന്നിരിക്കാൻ തന്നെ പറ്റൂല. പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ നല്ല സുഖമാണ് കേട്ടോ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പകല് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു വെയിലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് തന്നെ ഭയങ്കര ക്ഷീണമാണ്.
അപ്പം നന്ദുവിന് ഞാനൊരു നാടൻ മരുന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ചുമയ്ക്ക് വേണ്ടിയിട്ട്. അമ്മ ഇവിടെ ചുമ ഉള്ളപ്പോൾ ഈ ഒരു മരുന്നാണ് ഉണ്ടാക്കിയിരുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ അരിയില്ലേ, ചോറ് വയ്ക്കുന്ന അരി വെറുതെ ചട്ടിയിലിട്ട് വറക്കുക, അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുക, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, തിളപ്പിക്കുക, ഒരു ചെറിയ ചൂടോട് കൂടി അത് കുടിക്കുക. നല്ലതാണ് കേട്ടോ ചുമയ്ക്ക്. അപ്പോൾ ഒരുവിധം ചുമകളൊക്കെ അതുകൊണ്ട് മാറുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് കുറേ ആൾക്കാർക്ക് അത് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊരു 2-3 നേരം 2-3 ദിവസം കൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നന്ദു ഏതായാലും അത് കുടിക്കാൻ മടിയൊന്നും കാട്ടണില്ല. അപ്പം ഞാൻ അച്ചമ്മ പോയപ്പോൾ അകത്തേക്കിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ തിരുമ്പൽ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ഫുള്ളായിട്ടും തിരുമ്പാനുള്ള കാരണം എന്താ വെച്ചാൽ നല്ല പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മളെ വാഷിംഗ് മെഷീൻ കേട് വന്നു കേട്ടോ. എന്തേ അതിന് പറ്റിയതെന്ന് എനിക്കറിയില്ല. തിരുവോണത്തിൻ്റെ അന്ന് ആ തിരക്ക് കൂടെ ഞാൻ മെഷീനിൽ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടച്ചെന്നു. അത് അതിൻ്റെ പണി എടുത്തോളൂല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ നമ്മളെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വരവും പോക്കും ഇതിൻ്റെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ മെഷീനിലത്തെ തുണി എടുത്തുങ്ങാണ്ട് അത് തോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ തുണി വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എത്ര നോക്കിയിട്ടും ഓണാവണമില്ല. എന്തേ അതിന് പറ്റിയെന്നറിയില്ല. പിന്നെ അതിന് എടുത്തിട്ട് വേഗം കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പി അത് കഴിഞ്ഞ് മെഷീനിലുള്ള ആ വെള്ളമൊക്കെ ഞാൻ എന്താ പറയുക, ഒരു പാത്രം കൊണ്ട് മുക്കിയെടുക്കുകയൊക്കെയാണ് ചെയ്തത് കേട്ടോ. തുണി കൊണ്ട് ഒപ്പിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അത് ക്ലീനാക്കി അവിടെ വെച്ചു. പിന്നെ അത് പിറ്റേ ദിവസം തന്നെ നന്നാക്കാൻ ആളോട് വരാൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഓണത്തിൻ്റെ തിരക്കിൽ എല്ലാവരും വിരുന്ന് പോവലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വന്നിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് വന്നത്. അപ്പം അങ്ങനെ അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല കേട്ടോ, 2 ദിവസമായി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പം എന്തായാലും അമ്മക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് പറയാം. ഒരുപാട് തിരുമ്പാണ്ട്. തിരുമ്പാൻ മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം ഈ ഒരു നേരെല്ലാ നേരത്ത് നമുക്ക് ഓരോ വഴിക്ക് പോവാണ്ടാവുമ്പോൾ അതുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. കുറച്ച് കല്ലുമ്പോൾ തിരുമ്പിയിട്ട് ബാക്കിയിൽ കൊണ്ടിട്ടാൽ മതിയല്ലോ. അപ്പം ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, രാവിലെ വേഗം തിരുമ്പൽ കഴിക്കണം. അപ്പം ഈ ഒരു കല്ലിൻ്റെ ഇവിടെ നല്ല വെയിലുണ്ടാവലുണ്ട്. ഇപ്പം അമ്മ അവിടെ കുമ്പളത്തിന് പന്തലിടുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു ഇത്തിരി വൈകി തിരുമ്പിയാലും വലിയ കുഴപ്പമില്ല. എന്നാലും ചൂടുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് വേനൽ തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങും കൂടി ചെയ്താൽ എന്താവും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഒക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അനുമോൾ അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടയ്ക്കാനും കൂടി ഉണ്ട്. അപ്പം നമ്മളെ നന്ദൂന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടിയതാണ് കേട്ടോ. കുറേ നേരമായി തിരുമ്പണോർത്ത് വന്നിട്ട് അമ്മ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ കോഴിക്കുട്ടികളെ പിടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. കോഴി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, പുതിയ കോഴി കുട്ടികളെ വിരിയിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഐറ്റങ്ങളെ പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എടുക്കാൻ പറയുമ്പോൾ എനിക്കൊരു പാവാണ്, വയ്യങ്ങ മാത്രമേ ഉള്ളൂ എടുക്കാൻ പറയട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം അവൻ ഇറങ്ങിയിട്ട് പോവും. അങ്ങനെയാണ്, അങ്ങനെ എടുക്കണം എന്നുള്ളൊരു വാശിയും കാര്യമൊന്നുമില്ല. അപ്പോൾ വയ്യാതെയായിട്ട് നല്ല കൊഞ്ചലും ഉണ്ട്. പിന്നെ അങ്ങനോട് ഇങ്ങനെ എടുക്കാനും മടിയിൽ വെക്കാനൊക്കെ പറയൂട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാനും മോനെ കൊഞ്ചിരിക്കാനൊക്കെ. പക്ഷെ നമുക്ക് സമയമില്ലാത്തൊരൊറ്റ കേടാവും. അപ്പോൾ നമ്മളിതിനൊക്കെ സമയം കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഓനെന്ന് എടുത്തിരുന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടോ. എനിക്ക് വീട്ടിലേക്ക് പോകണം, ഈ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നന്ദൂരി ഒന്നും കൊണ്ടുപോകണില്ല. ഞാൻ വേഗം പോയിട്ട് വേഗം വരാനാണ് വിചാരിക്കുന്നത്. പിന്നെ കണ്ണൻ അവിടെയാണല്ലോ, അപ്പോൾ തിരിച്ച് പോരുമ്പോൾ കണ്ണനെയും കൊണ്ട് പോരണം. അപ്പോൾ അനുമോളും നന്ദു ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോൾ അടിച്ചൊരു തരുകൊണ്ട് തന്നെ എനിക്ക് തുടയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. അടിച്ച് വാരൽ അത് നല്ലൊരു പണി തന്നെയാണ്. പക്ഷെ അനുമോളൊക്കെ അടിച്ചു വരുമ്പോൾ അതാണ് കട്ടിലെ ചോടൊന്നും അടിക്കൽ എത്തൂല കേട്ടോ. ഓളിങ്ങനെ ആ ഒരു പുറത്ത് കാണുന്ന സ്ഥലങ്ങൾ മാത്രമല്ലേ അടിച്ചു വരുള്ളൂ. നമ്മളാണെങ്കിൽ മുക്കും മൂലി എല്ലാ സ്ഥലങ്ങളും അടിച്ചു വാരും. ഓളെ പറഞ്ഞിട്ട് കാര്യമല്ല, ഓള് കുട്ടിയല്ലേ. എന്തായാലും ഇങ്ങനെ ചെയ്തു തരുന്നത് തന്നെ വലിയൊരു സഹായമാണ്. അപ്പം ഞാനൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് നമ്മൾ എത്ര പണിയെടുത്തിട്ടും കാര്യമല്ല, അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിലത്തെ പണി പൂർത്തിയാവൂല കേട്ടോ. ഈ ഒരു പണി കഴിഞ്ഞാലുള്ളൂ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു മനസ്സിനൊരു സന്തോഷമാണ്, വീട് നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ദിവസവും തുടയ്ക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ തുടയ്ക്കാതെ ഇടലുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പകൽ തുടച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം എന്തായാലും തുടയ്ക്കും, അങ്ങനെയാണ്. പിന്നെ തീരെ വയ്യെങ്കിൽ മാത്രം ഞാൻ തുടയ്ക്കാതിരിക്കുള്ളൂ. അപ്പോൾ എന്നോട് ഇവിടെ അമ്മ പറയലുണ്ട് കേട്ടോ, ദിവസം ഒന്നും തുടയ്ക്കണ്ട, ഒന്നരാടൊക്കെ തുടച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ തുടച്ചെടുക്കുക. വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ എടുക്കൂലല്ലോ. ഇപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പണികളൊക്കെ വേഗം വേഗം ഒരുങ്ങുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, ഒരു പണി എടുത്താലും ഒരുങ്ങാത്ത പോലെയാണ്. ഒരുങ്ങാൻ ചില നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ കഴിയും, പക്ഷെ അടിക്കലും തുടക്കലൊക്കെ കഴിയണമെങ്കിൽ ഒരുപാട് സമയമാവും. ഇതിപ്പോൾ മക്കൾക്ക് സ്കൂളില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു സ്കൂളിലേക്ക് പോകണ സമയമാകുമ്പോഴേക്കും അടുക്കളത്തെ പണിയും വീട്ടിലത്തെ പണി മൊത്തം തീരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരുക്കല്ലേ, മക്കളെല്ലാ കാര്യത്തിനും ഓരോപ്പം കൂടി കൊടുക്കണ്ടേ. ഇതിപ്പോൾ രാവിലെ ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓരവിടെ ഇരുന്നോളും അല്ലെങ്കിൽ കളിച്ചോളും, ബാക്കി പണികൾ നമുക്ക് ചെയ്യാമല്ലോ. മറ്റേ നാന്തോനെ കൊണ്ടേക്കാൻ പോകണം, കൊണ്ടുവരാൻ പോകണം, ഓരോ ഒരുക്കണം, കുളിപ്പിക്കണം, അങ്ങനെയുള്ള ഓരോ പണികളല്ല. അതുകൊണ്ടേയിരിക്കും തോന്നണേ.
അങ്ങനെ ഏതായാലും അടിച്ചുവാരലും തുടയ്ക്കലും തിരുപ്പലും എല്ലാ പണികളും കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുടയ്ക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ മോട്ടറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ടാങ്കും കൂടി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും നോക്കണ്ടല്ലോ. അപ്പം ഞാൻ രാവിലെ ഇതേപോലെ പണികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് തിരുമ്പളച്ചാൽ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ മോട്ടർ ഇട്ട് നിറച്ചേക്കും കേട്ടോ. പിന്നെ രാത്രി നമ്മൾ കിടക്കാൻ സമയത്ത് വീണ്ടും ഇടും. എല്ലാ പണികളും കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിട്ട് ടാങ്ക് ഫുള്ളാക്കി വെക്കും. ഇല്ലെങ്കിൽ ഒരു പേടിയാണ്, അഥവാ കറണ്ട് എങ്ങാനും പോയി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുള്ളൂ. നമ്മളവിടുത്തെ കിണർ പറഞ്ഞാൽ അത്രയും ആഴാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ബസ് കയറാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ബസ്സിന് കണക്കാക്കിയിട്ടൊന്നല്ല വരുന്നത്. ഞാനൊരു 10:30 ബസ്സിന് പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ 10 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയില്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി റോട്ടുമ്മയ്ക്ക് വന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഇത്തിരി ദൂരമുള്ളൂ കേട്ടോ റോട്ടിക്ക് നടക്കാൻ 5 മിനിറ്റ് വേണ്ട. അപ്പോൾ ഇവിടെ വന്നിരുന്നാലും വല്ല ഓട്ടോറിക്ഷയും കിട്ടിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ബസ് പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എത്താൻ പറ്റിയാൽ എനിക്ക് വേഗം കിട്ടും പോരാലോ. ഒന്നാമത് നന്ദുവിന് പനിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് പോകാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ അവിടെ ഓരോ കാര്യങ്ങളും റെഡിയാക്കി വെക്കാൻ ഞാനും കൂടി ചെന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട്, ഈ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചെല്ലാതിരിക്കാനും തോന്നണില്ല. അമ്മയ്ക്ക് രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ രണ്ടാളഭിപ്രായത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഏതായാലും ഞാൻ അവിടെ കയറി തന്ന 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഞാൻ അതിൽ പോന്ന്. പിന്നെ വീട്ടിലേക്കും ബസ് കുറച്ച് സമയം കഴിഞ്ഞിട്ടേന്നു. അവിടേക്കും ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിട്ടോ. അനിയൻ കൊണ്ടുവരാനൊക്കെ വരും. പക്ഷേങ്കിൽ ഓനിപ്പോൾ ഭയങ്കര പനിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ പനീൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പനി തന്നെ ശരിക്കും മാറിയിട്ടില്ല. പിന്നെ ചെറിയ അനിയൻ അവന് പണിക്കും പോയതാണ്. അപ്പോൾ അച്ഛനും അമ്മയും വലിയവനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടുത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കണില്ല. കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നത് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളെ പെയിൻറ്റിങ്ങും പിന്നെ കട്ട പതിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തുണികളൊക്കെ ഒന്ന് തരംതിരിച്ച് റെഡിയാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കി പണിയും കൂടിയും തീരുള്ളൂ കേട്ടോ. തീരാനായിട്ടില്ല. നമ്മളെ കല്യാണവും സൽക്കാരങ്ങളൊന്നും കഴിയാതെ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഇപ്പം തന്നെ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലുള്ളൂ ഇനി ഒരു മനസ്സമാധാനം ആകുക. അപ്പോൾ ഈ ഒരു മാസം കൂടി ഉണ്ട് കഴിയണം. അപ്പോൾ ഇതാ കല്യാണത്തിന് അനിയന് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. കല്യാണ ചെക്കൻ ഇടാനുള്ള മുണ്ടും പിന്നെ ജുബ്ബ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പെണ്ണിന് എടുത്തിട്ടുള്ളത് ആ ഫസ്റ്റ് വെച്ച സാരി കേട്ടോ. ആ ഒരു ഓറഞ്ചും ചുമപ്പൊക്കെ കൂടെ കൂടിയിട്ടില്ല ആ ഒരു സാരി. ഈ ഒരു കറുപ്പ് സാരി സേവ് ദ ഡേറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ കല്യാണത്തിൻ്റെ മുന്നേ ഫോട്ടോഷൂട്ട്, അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാരിയാണ്. പിന്നെ ഒക്കെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട്. സെറ്റ് മുണ്ട് വേണ്ട, ദാവണി വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ സെറ്റ് സാരി, ഇപ്പോഴത്തെ മോഡലാണല്ലോ ആ സെറ്റ്. അപ്പോൾ ആ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ അമ്മയ്ക്ക് സാരി, അതുപോലെ അമ്മമ്മയ്ക്ക് സാരി, അമ്മമ്മയൊക്കെ സാരിയാണ് ഉടുക്കുക കേട്ടോ. പിന്നെ ഒരു അമ്മായി ഉണ്ട്, അമ്മായിക്ക് സാരി, അതുപോലെ അച്ഛമ്മയ്ക്ക് സെറ്റ് മുണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഇതാക്കണ ഒരുവിധം സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിൽ തന്നെയാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ കാണാൻ വരുവാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൾക്ക് കാട്ടി കൊടുക്കാൻ എളുപ്പമാകുമല്ലോ അമ്മയ്ക്ക് വിചാരിച്ചിട്ട് ഇതിലങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു കവറിലാക്കുകയാണ്. പിന്നെ ഇവിടെ വെക്കാനുള്ളതും തന്നെ അമ്മേൻ്റെതും അച്ഛൻ്റെതും ഓരോതൊക്കെ വേറെ വേറെ ആക്കി വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കല്യാണ സാരി, സൽക്കാര സാരി, അതുപോലെ പിന്നെ അമ്പലത്തേക്ക് പോകാനൊരു സാരി, പിന്നെ ജീൻസിക്ക് 2 ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഡ്രസ്സായിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് റിസപ്ഷൻ ഇടാനുള്ള, നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലത്തെ കല്യാണം. അപ്പോൾ അതുകൊണ്ട് അതിന് ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഒരു മാസം കൂടി ഇല്ലേ. ചിലപ്പോൾ തുണി എടുത്ത് തയ്പ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ റെൻറ്റിന് എടുക്കും, അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വാങ്ങണം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും അതിലൊരു ഉറപ്പിലെത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അവിടെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി എന്നുള്ളത്. അങ്ങനെ ടിഷ്യൂവിൽ നല്ലൊരു സെറ്റ് സാരി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് തന്നതാണ്. അത് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതിലേക്കൊരു പച്ച ബ്ലൗസും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അമ്മേൻ്റെതായ സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു കവറിലാക്കി കൊടുത്തു, അച്ഛൻ്റെതായിട്ടുള്ളത് വേറെ കവറിൽ, അങ്ങനെയൊക്കെയാണ് ആക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ ഓളെ നൈറ്റ് ഡ്രസ്സും പിന്നെ ജീൻസിക്ക് ഇടാനുള്ള ടോപ്പുകളും ബാക്കിയുള്ള സാമഗ്രികളും പാവാടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറൊരു കവറിലാക്കി വെക്കുകയാണ്. പിന്നെ അമ്മായിമാർക്ക്, ഇവിടെ അച്ഛന് 4 പെങ്ങന്മാരാണ്, പിന്നെ അവിടെ അമ്മയ്ക്ക് 4 ആങ്ങളമാരാണ്. അപ്പോൾ അവിടെ 4 അമ്മായികൾ അവിടെ.
പിന്നെ ഇവിടെ 2 ചെറിയമ്മമാരുണ്ട്, പിന്നെ അമ്മയ്ക്കൊരു ചേച്ചിയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സാരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ തരംതിരിക്കണമല്ലോ, ഒരുപാട് സാരികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ചേരുന്ന കളറുകൾ നോക്കിയിട്ട് ഓരോ കവറിൻ്റെ മീതെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ കല്യാണം പറയാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ ഓൾക്ക് 2 ചുരിദാർ ബിറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ തയ്പ്പിക്കണം. അപ്പം ഞാൻ ചെന്നിട്ട് ഡ്രസ്സൊന്നും മാറാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ വേഗം ഇതൊക്കെ എടുത്തു വെക്കാൻ കൂടാണ്. ഞാൻ ആദ്യം 12:30 ബസ്സിന് പോരണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് എനിക്ക് ആ ബസ് കിട്ടിയില്ല. ഇനിയിപ്പോൾ 1:30-ക്ക് 1:45 ആകുമ്പോൾ ഒരു ബസ് ഉണ്ട്. അപ്പോൾ അതിനെങ്കിലും എനിക്ക് പോകണം. 2 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം, എന്നാലുള്ളൂ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ എനിക്കുള്ളതൊക്കെ റെഡിയാക്കി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തതാ ഒരു ബെഞ്ച് പോലെ അനിയ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓന് ഈ വർക്കല്ല, ഇൻട്രസ്റ്റ് പണിയല്ലേ, അപ്പോൾ ഓൻ തന്നെ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം. അതിങ്ങിപ്പോൾ പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോഴുള്ളൂ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിണറിൻ്റെ ഗ്രില്ല് അതൊന്ന് അടിക്കാനുണ്ട്, അതിൻ്റെ ആ കാല് അതൊക്കെ ഒന്ന് അടിക്കാണ്ട്. അപ്പോൾ ഇനി അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പണികളുണ്ട്, അതൊക്കെ ഇനി നമുക്ക് എടുക്കാനുള്ളതുള്ളൂ. പിന്നെ ഏട്ടനൊരു ഇത്തിരി ടൈലും പണിയും കൂടി ഇവിടെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ കിടക്കണം. എന്തായാലും ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഇവിടെ തട്ടിയും മുട്ടിയും നിന്നിട്ടുണ്ടെങ്കിൽ ഈ ബസ്സും എനിക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ പോരുന്ന സമയത്ത് കണ്ണനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വീട് മൊത്തത്തിൽ പുറത്തുനിന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ വീട്ടിലെത്തി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കാറ് കിട്ടി പൂക്കുടുംബത്തേക്ക്. പിന്നെ അവിടെ നിന്ന് വേഗം ബസ്സും കിട്ടിയിട്ടോ. അങ്ങനെ 2 മണി കൃത്യത്തിന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അമ്മ ഡ്രസ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിലുള്ളത് എനിക്ക് കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് പറഞ്ഞാൽ അച്ഛൻ്റെ മുണ്ടും ഷർട്ടും എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ അമ്മയ്ക്ക് സാരി, ഇവിടുത്തെ എൻ്റെ നാത്തൂന് സാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കല്യാണത്തിനും സൽക്കാരത്തിനും അങ്ങനെ റിസപ്ഷന് അങ്ങനെയുള്ള 2-3 കൂട്ടം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുമോക്ക് ഒരു കൂട്ടേ കിട്ടിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ കിട്ടാൻ കിടക്കുകയാണ്. അത് നമുക്ക് അവിടെ നിന്ന് പറ്റിയിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം. പിന്നെ ഏട്ടന് നന്ദുവിന് കണ്ണന് ഓർക്കൊന്നും എടുത്തിട്ടില്ല, ഒരാണുങ്ങളല്ലേ. അപ്പോൾ ആണുങ്ങൾക്ക് അവിടെ സെലക്ഷൻ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഓർക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അനിയനും തന്നെ കല്യാണ ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഓന് എടുക്കാൻ പോണ ആ കൂട്ടത്തിൽ ഇവർക്കും കൂടെ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ചെറിയ അനിയനും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ബാക്കിയും കൂടി എടുക്കാൻ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റോസ് സാരി കണ്ടില്ലേ, ഇതിൻ്റെ റിസപ്ഷൻ ഉടുക്കാനുള്ള സാരിയാണ് കേട്ടോ. ഭംഗിയുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, അമ്മയ്ക്കൊക്കെ ഇഷ്ടമായിട്ട് എടുത്തതാണ്, എനിക്കും ഇഷ്ടമായിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.